ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാശി ഒരുപാട് പാടുപെട്ട് കതക് പൂട്ടാൻ നോക്കുകയാണ് കേട്ടോ. നമ്മൾ കൊട്ടിയം സിംലയിലോട്ടൊന്ന് പോവുകയാണേ. അപ്പം ഓണം പർച്ചേസിങ് ഏകദേശം എൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഡ്രസ്സെല്ലാം ഏകദേശം എല്ലാവർക്കും ഞാൻ എടുത്തു. ഇനി നമുക്ക് കുറച്ച് ബെഡ്ഷീറ്റ്, മാറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണം. പിന്നെ ഷർട്ട് എടുക്കാനുണ്ട് കേട്ടോ. ഷർട്ടും മുണ്ടും ഒക്കെ എടുക്കാനുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ടോപ്പ്, ചുരിദാർ, സാരി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. ഒന്നും തന്നെ നമ്മളങ്ങനെ ഷോപ്പിൽ പോയി എടുത്തിട്ടില്ല. പിള്ളേർക്കുള്ളത് ഞാൻ എം കെയിലും ആർ കെയിലും ഒക്കെ, എം കെയിലല്ല ആർ കെയിലാണ് പോയി എടുത്തത്. അങ്ങനെ പലയിടത്തായിട്ടാണ് ഞാൻ ഓരോരോ സാധനങ്ങൾ എടുത്തത്. അങ്ങനെ നമ്മൾ പത്തനംതിട്ട കൊടുക്കാനുള്ളത് അറ്റ്ലസിൽ പോയാണ് എടുത്തു കൊടുത്തത്. അങ്ങനെ ബാക്കി ലാസ്റ്റ് പർച്ചേസിങ്ങിനായിട്ട് നമ്മൾ ഇന്ന് സിംലയിലോട്ട് വന്നേക്കുവാണേ. നല്ല തിരക്കുണ്ടായിരുന്നു. ഈ കാണുന്നതൊന്നുമല്ല തിരക്ക്. ഞാൻ ഇച്ചിരി നേരത്തെ കയറി, ഏട്ടന് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ കയറിയതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ എടുക്കാൻ ഏട്ടന് പറ്റിയില്ല. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം വേണ്ടുന്നതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ എന്നുവെച്ചാൽ ബെഡ്ഷീറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ വന്നു. ശ്രീമോനിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി 3rd ഫ്ലോറിലായിരുന്നു ഷർട്ടൊക്കെ. അങ്ങനെ നമ്മൾ ഷർട്ട് എടുക്കാനായിട്ട് മുകളിലോട്ട് പോയതാണ്. അങ്ങനെ അവിടെ ചെന്ന് ഷർട്ടും എല്ലാം എടുത്ത് കഴിഞ്ഞു. പിന്നെ മാറ്റെടുക്കുന്നതോ ബാക്കി ഐറ്റംസ് എടുക്കുന്നതോ ഒന്നുമേ വീഡിയോയിലില്ല. തിരക്ക് കാരണം ഏട്ടനൊക്കെ ആ ഒരു ഫ്ലോറിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫോണും ശ്രീമോൻ്റെ കൈ കൊടുത്താണ് ഏട്ടൻ അടക്കി അവിടെ ഇരുത്തിയത്. ഞാനാണ് പിന്നെ ഓടി നടന്ന എല്ലാ സാധനങ്ങളും എടുത്തത്. ഇറങ്ങിയപ്പോൾ തന്നെ 2:45 ആയി. പിന്നെ നമ്മൾ അവിടുന്ന് പള്ളിമുക്കി വന്ന് മർഹബെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ്. ഫുഡ് വരാൻ താമസിക്കും തോറും ശ്രീമോൻ പ്രാക്ടീസ് ചെയ്യുവാണ് എങ്ങനെ ഫുഡ് കഴിക്കണമെന്നുള്ളത്. അങ്ങനെ ഒരു ബീഫ് ബിരിയാണിയാണേ പറഞ്ഞത്. ചിക്കൻ ലെഗ് പീസ് ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ കരുതി അത് ചിക്കൻ ബിരിയാണിയാണെന്ന്. അകത്ത് ബീഫ് ബിരിയാണിയും മണ്ടയിലൊരു ചിക്കൻ ലെഗ് പീസും വെച്ചാണ് ബിരിയാണി വന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബെല്ലാരി റൈസും ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങിയേ. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടിങ്ങ് പോരുമായിരുന്നു. പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. ഇവർ യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഫോണിലെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ ആയി, ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മുണ്ടക്കിലോട്ട് പോവാണേ. മുണ്ടക്കിലോട്ട് പോകുന്നത് രമ്യേച്ചിയും പിള്ളേരും ഉണ്ട് വീട്ടിൽ. അപ്പോൾ രാത്രി ആയപ്പോൾ ഇപ്പോൾ രാവിലെ നമ്മൾ കാപ്പി ഉണ്ടാക്കി ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയില്ല, രാവിലെ പോയതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചത്. എന്നിട്ട് വന്ന് കിടന്നൊരു ഉറക്കമൊക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായി എഴുന്നേറ്റപ്പോൾ വിശപ്പായി. അപ്പോൾ പറഞ്ഞ് എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അവരെയും കൊണ്ട് ലച്ചുവിനെയും പൊടിയാവേയും ചേച്ചിയൊക്കെ കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അവർക്ക് പിന്നെ തട്ടുദോശയാണ് മെയിനായിട്ട് ഇഷ്ടം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണേ. ഞാനപ്പോൾ എല്ലാവർക്കും ഉള്ള ഡ്രസ്സും കൂടെ ഞാനങ്ങ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ലച്ചുവിനും കുഞ്ഞിക്കിളിക്കും പൊടിവാവയ്ക്കും ഉള്ളതെല്ലാം ഞാൻ നേരത്തെ കൊടുത്തു കേട്ടോ. അപ്പം പൊടിവാവയുടെ പാൻറ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അതൊക്കെ ഇന്നാണ് വാങ്ങിച്ചത്. പാൻറ്റ് ഇവരുടെയൊക്കെ സൈസിന് കിട്ടണമല്ലോ. അപ്പോൾ ശ്രീമോനും പൊടിവാവയ്ക്ക് ഇന്ന് ഞാൻ പാൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാശിക്കും പാൻറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു ഇന്ന് കേട്ടോ. അങ്ങനെ ഇവർക്ക് പാൻറ്റ് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അതെല്ലാം ഞാൻ വെച്ച് കാണിക്കുവാണേ. അപ്പം നമുക്കിനി ഈ ഒരു മാസം ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ഈ ഡ്രസ്സൊക്കെ നേരത്തെ ഓണമാവുന്നതിന് മുമ്പ് കൊടുക്കുന്നതിൻ്റെ മെയിൻ കാര്യം ഇതാണ്. ഈ ഓരോ പരിപാടിക്കും നമുക്ക് ഇതിലേത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് ഇടാമല്ലോ. അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ കൊറിയൻ നൈറ്റി പൊടിവാവയുടെ അളവിന് കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി വാങ്ങിച്ചതാണ് കേട്ടോ. അവൾക്ക് എന്തായാലും അളവായിരുന്നു. അപ്പം നമ്മൾ അതുമൊക്കെ വാങ്ങിച്ചു. ഇവിടെ വന്നിട്ട് നമ്മൾ ഓരോരുത്തർക്ക് ഓരോന്നല്ല അളവാണോ നോക്കപ്പോൾ ലച്ചുവിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ചോദിക്കുവാണ്. ഞാൻ നേരത്തെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ലച്ചു ഇവിടെ ഇല്ലായിരുന്നു. അപ്പം അത് അളവാണോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ ലച്ചു പറഞ്ഞ് ഞാൻ കണ്ടില്ല, ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞേ. അപ്പം ഈ സംസാരിക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നത് മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇന്ന് മഴ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ രാവിലെയാണ് വോയിസ് ഇടാൻ എഴുതുന്നത്. ഇന്നലെ സമയമില്ലായിരുന്നേ. ഇന്നലെ നടന്ന സംഭവമാണ് ഇതെല്ലാം. അങ്ങനെ പിന്നെ നമ്മൾ അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുവാണ് കേട്ടോ. ഗിഫ്റ്റെല്ലാം അവിടെ ഓണക്കോടി കൊടുക്കുവാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഒരു പാട്ടൊക്കെ പാടി അമ്മ വരുവാണ്. അപ്പോൾ കാശി അതിനുള്ള അഭിനയിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പം ഞാൻ പറയുകയും ചെയ്തു, അമ്മമ്മയുടെ അച്ഛമ്മയാണെങ്കിൽ അമ്മമ്മയെന്നാണ് ഇവർ വിളിക്കുന്നത്. അമ്മമ്മയുടെ കൊച്ചുമോനല്ലേ അഭിനയിക്കുന്നത് കണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഡ്രസ്സ് എടുത്ത് ഞാൻ കൊടുക്കുവാണ്. അമ്മയ്ക്ക് ഈ ഒരു കളറില്ല കേട്ടോ. പ്യുവർ കോട്ടൺ ആണ് ഡ്രസ്സ്. ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. ചേച്ചിക്കും പ്യുവർ കോട്ടൺ തന്നെയാണ് വാങ്ങിച്ചത്. ഇങ്ങനത്തെ കോട്ട് സെറ്റാണ് എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടം. ഒന്നിനും പാൻറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ചേച്ചിക്ക് ഒരു ബ്ലൂ ആണ് എടുത്ത് കൊടുത്തത്. അത് ഷർട്ട് കോളറായിരുന്നു കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ അല്ലാത്തതുമാണ് എടുത്തത്. അപ്പോൾ അമ്മ അതൊക്കെ വെച്ച്
നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഇട്ട് നോക്കട്ടെ ഷേപ്പാണോ നോക്കട്ടെ എന്നൊക്കെ ചോദിച്ചു ഇട്ടൊക്കെ കാണിച്ചു കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തില്ല. ഏട്ടൻ്റെ കയ്യിൽ ഇപ്പോൾ വീഡിയോ എടുക്കാൻ കൊടുത്ത ഏട്ടൻ്റെ മടിയാണ്, വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ പിന്നെ എല്ലാവരും റെഡിയായി പൊടിവാവയെ റെഡിയാക്കി നമ്മൾ വെളിയിലിറങ്ങി നിൽക്കുകയാണ്, ചേച്ചി വണ്ടി എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് അച്ഛൻ അമ്പലത്തിൽ നിന്ന് പോയിട്ട് നടന്നു വരുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെളിയിൽ നിന്ന് അച്ഛനോട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അപ്പനെ കണ്ടതിനെ പറയുവാണ് ബലൂൺ കടയിൽ നിന്ന് എടുത്തെന്നാണേ കാണിക്കുന്ന ശ്രീമോനെ. അപ്പോഴേക്ക് ലച്ചു അവിടെ നിന്ന് പോകുന്നുണ്ട്. ശ്രീമോനും ലച്ചു അല്ല പൊടിവാവയും ലേസ് എടുത്തൊന്നും ജ്യൂസ് എടുക്കാൻ പോയിട്ട് പറ്റിയില്ലെന്നും ഒക്കെ ഞങ്ങളിങ്ങനെ അച്ഛൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു 9 മണിയാകുമ്പം വീട് അടയ്ക്കും, അതിനു മുമ്പ് വന്നോണോ എന്നൊക്കെ അച്ഛൻ പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പിന്നെന്താ വേഗം വരാമെന്ന് പറഞ്ഞ് ചെന്ന് എന്തോ ഭാഗ്യത്തിന് അവിടെ ആരും ഇല്ലായിരുന്നേ. മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. വന്നപ്പോഴെല്ലാം ഭയങ്കര തണുപ്പുമായിരുന്നേ. കടലിൻ്റെ കൈതൂട് അടിച്ചപ്പോഴത്തേക്ക് നല്ല മഞ്ഞൊക്കെ ആയിരുന്നു വന്ന വഴി. ഞങ്ങൾ വന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ആ ഒരു തണുപ്പത്ത് പോയി ചൂടോടെ അവർക്കെല്ലാവർക്കും ദോശയും സാമ്പാറും എനിക്ക് പൊറോട്ടയും പറഞ്ഞ് അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ആളൊക്കെ വന്നു തുടങ്ങി. നമ്മൾ വന്നപ്പോഴത്തെ അവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ടായിരുന്നല്ലോ. പോകുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ചെന്ന് കയറിയപ്പോഴത്തേക്ക് ആൾക്കാരും കൂടി. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുവാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ചോദിച്ചു സമയം എന്തുവായി? 9 മണിയാണല്ലോ അച്ഛൻ പറഞ്ഞ സമയം. എത്ര മണിയായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 8:45 ആവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു എങ്കിൽ ബീച്ചിലോട്ട് പോകാൻ അവളുമാരുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ബീച്ചിലോട്ട് നമ്മൾ പോയി കേട്ടോ. ബീച്ചിൽ പോയെങ്കിലും അവിടെ ഒന്നും ആരുമില്ല. അത് ഇപ്പോഴും നല്ല ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബീച്ചെല്ലാം നല്ല ക്ലീനായിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ. കടലെല്ലാം കയറി ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. ആരും കടപ്പുറത്തോട്ട് അധികം ഇറക്കുന്നു എടുക്കുന്നു ഒന്നുമില്ല. നമ്മളിവിടെ വന്നു, കുറച്ച് മാങ്ങയും പൈനാപ്പിളും വാങ്ങിച്ചു കഴിച്ചു എന്നുള്ളതല്ലാതെ നമ്മൾ അകത്തോട്ട് ഇറങ്ങും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നേ. അപ്പം ഏട്ടനോട് ഞാൻ പറഞ്ഞു എന്ത് വേണം. അപ്പം മാങ്ങയും പൈനാപ്പിളുമാണ് എല്ലാവർക്കും ഇഷ്ടം. നെല്ലിക്കയൊക്കെ വീട്ടിലിട്ട് വെക്കുന്നതല്ലേ. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്ന ചേച്ചിയായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴേ ചേച്ചി എന്നെ കണ്ടുള്ളായിരുന്നു. അന്നേരം ചേച്ചിയോട് ഞാൻ പറയുന്നത് ചേച്ചി ഇത് ആങ്കൊച്ച് തന്നെയാണെന്ന് ഞാൻ പ്രസവിക്കുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിപ്പോൾ കണ്ടിട്ട് എന്നോട് ചോദിക്കും ഇതാണോ രണ്ടാമത്തെ ആളെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ കയ്യിലിരിക്കുന്നത് എൻ്റെ രണ്ടാമത്തേത്, ഇത് ചേച്ചിയുടെ മോളാന്ന് പറഞ്ഞ് ഞങ്ങൾ ചേച്ചിയായിട്ട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് മാങ്ങയും പൈനാപ്പിളും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങ് പോരുവാണേ. അപ്പം വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും കഴിക്കാനുള്ളതും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അച്ഛനും അമ്മയ്ക്കും എല്ലാം കൊടുത്തു. അപ്പോൾ അമ്മ ചെന്ന ഉടനെ അമ്മ ചോദിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഫുഡൊന്നും ഇല്ലായിരുന്നോ, കട അടവായിരുന്നോ എന്ന് ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു എന്താ അമ്മ അല്ല നേരത്തെ വന്നുകൊണ്ട് ചോദിച്ചത്. ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ഫുഡ് കഴിച്ച് ആരും ഇല്ലായിരുന്നു അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ അച്ഛൻ്റെ തോളിനൊക്കെ വേദന ഉണ്ടായിരുന്നു. ഏട്ടൻ അതൊക്കെ തിരുമ്മിയൊക്കെ കൊടുത്തായിരുന്നേ. അത് ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഏട്ടൻ അങ്ങ് നിർത്തിയേ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അച്ചു പല്ല് തേക്കുന്നത്. ഞാൻ പറഞ്ഞെടാ എടി 4 പേര് കാണട്ടെ അച്ചു നീ രാത്രി പല്ല് തേക്കുമെന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞില്ലേ. അച്ചുവിനെ അനക്കിയിട്ട് നമ്മൾ പോരുവാണ്. പോകുന്ന വഴി നമ്മൾ ഇരയോരത്ത് വന്ന് ഓരോ നാരങ്ങ വെള്ളം കുടിച്ചിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. ഫുഡെല്ലാം കഴിച്ചല്ലോ. അപ്പം കുറച്ച് സമയം ആയപ്പോഴത്തേക്ക് ഏട്ടന് ദാഹിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഞങ്ങളെങ്കിൽ പറഞ്ഞു എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓരോ നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു. തണുപ്പാണെങ്കിലും തണുപ്പിട്ട് തന്നെയാണ് നാരങ്ങ വെള്ളം എടുത്തത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇവിടെ നേരത്തെ വേറെ ആൾക്കാരായിരുന്നു കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ മാറിയപ്പോൾ ഇവരെടുത്തതാണെന്നൊക്കെ പറഞ്ഞ് വാടക എത്ര ആണെന്നൊക്കെ നമ്മൾ വലിയ കാര്യത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വീട് എവിടെയാണെന്നും എല്ലാം ചോദിച്ചെല്ലാം മനസ്സിലാക്കി. എന്നെ വെള്ളം കുടിക്കാൻ സമ്മതിക്കുന്നില്ല. ശ്രീമം നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അവന് കൊടുത്തിട്ടാണ് ഞാൻ കുടിച്ചത്. എന്നിട്ട് അവൻ സമ്മതിച്ചില്ല. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ടിങ്ങ് പോകുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോപ്പിങ്ങും ഇന്നത്തെ ഡെയിലി ലൈഫും എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ സീ യു.